ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി ഫ്രണ്ട്സ്. ആദ്യമേ തന്നെ നിങ്ങളോട് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. നമ്മുടെ ചാനൽ 3K ക്രോസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും സാധിക്കുമായിരുന്നില്ല. നിങ്ങളുടെ കമൻറ്റ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ചാനൽ ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ കുറച്ച് ഐഡിയാസ് ആണെങ്കിലും സ്റ്റഡി പ്ലാൻസ് ആണെങ്കിലും അതുപോലെ എന്താണ് കുറേയധികം ഞാൻ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ആണെങ്കിലും കുറേയധികം ഞാൻ പഠിക്കുന്ന രീതികളാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ബുക്സ് അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ കൊണ്ടാവുന്ന കുറേയധികം കാര്യങ്ങൾ, അത് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഇടുന്നതായിരിക്കും. കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ സയൻസ് പോർഷനിൽ കെമിസ്ട്രിയിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ നമുക്ക് നോക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് SCRT ചാപ്റ്റേഴ്സ് ഞാൻ ഒന്ന് വേഗം പറയാൻ പോവുകയാണ്. ഇതുവരെ ഈ പറയുന്ന SCRT ചാപ്റ്റേഴ്സ് നോക്കാതെ പോയവരോ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഇപ്പോൾ നോക്കി പോകുക. ഇപ്പോൾ ആദ്യഘട്ടമുള്ളവർക്ക് അതല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കി ഇനി നെക്സ്റ്റ് സ്റ്റേജുകളിലേക്കുള്ളവർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ SCRT ചാപ്റ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഡയറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്താലും SCRT ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ചോദിക്കാമെന്ന് മാത്രം പുറത്തുനിന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഈ ഒരു SCRT ചാപ്റ്റേഴ്സ് പറഞ്ഞതിന് ശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു SCRT ചാപ്റ്റർ അത് പുതിയതാണ്. ആ പുതിയ SCRT ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കാം. നമുക്ക് ആറ്റത്തിൻ്റെ ഘടന, ഓക്കെ, ആ ഒരു പോർഷൻ ഉണ്ടെന്ന് അറിയാലോ പഠിക്കാൻ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്ററുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലാസ് 6 9ാമത്തെ ചാപ്റ്റർ ചേർക്കാം പിരിക്കാം, അതുപോലെ ക്ലാസ് 8 4th ചാപ്റ്റർ പദാർത്ഥങ്ങളിൽ അടിസ്ഥാന ഘടകങ്ങൾ, ദെൻ ക്ലാസ് 9 ചാപ്റ്റർ 1 ആറ്റത്തിൻ്റെ ഘടന, ദെൻ അയിരുകളും ധാതുക്കളും എന്നുള്ളതിൽ ക്ലാസ് 10 4th ചാപ്റ്ററാണ് ലോഹ നിർമ്മാണം എന്നുള്ളത്. പിന്നീട് മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലാസ് 8 7th ചാപ്റ്റർ ലോഹങ്ങൾ എന്നുള്ളതും, അതുപോലെ തന്നെ ക്ലാസ് 9 ചാപ്റ്റർ 2 ഇത് ന്യൂ SCRT ആണ്, പീരിയോഡിക് ടേബിൾ. പിന്നെ 9th ക്ലാസ്സിലെ തന്നെ 3rd ചാപ്റ്റർ രാസബന്ധം, അതുപോലെ 4th ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഓൾഡ് SCRT പ്രകാരം 4th ചാപ്റ്റർ ആണിത്. ഓക്കെ, ദെൻ 4th ചാപ്റ്റർ പുതിയത് റെഡോക്സ് പ്രവർത്തനങ്ങളാണ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് 10 1ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, അപ്പോൾ ഇത് 2-3 എണ്ണത്തിൽ ഈ പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ദെൻ ഹൈഡ്രജനും ഓക്സിജനും എന്നുള്ളതിൽ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും, അതുപോലെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ജീവജലം, 3ാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ, അത് പുതിയ SCRT ആണ്. ദെൻ 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും, അതും പുതിയതാണ്. പിന്നെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആസിഡും ആൽക്കലിയും, 7ാം ക്ലാസ്സിലെ തന്നെ 10ാമത്തെ ചാപ്റ്റർ സുരക്ഷ ഭക്ഷണത്തിൽ, അതുപോലെ 8ാം ക്ലാസ്സിലെ 17ാമത്തെ ചാപ്റ്റർ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അയിരുകൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അയിരെന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം എന്താണ് ബൈഹാർട്ടായിട്ട് തന്നെ പഠിക്കണം മിക്കതിൻ്റെയും ഓഴ്സ്. ഓക്കെ, ഏതൊക്കെയാണ് ഇപ്പോൾ അയണിൻ്റെ ഏതാണ്, അതുപോലെ ടൈറ്റാനിയത്തിൻ്റെ ഏതാണ്, അതുപോലെ മെർക്കുറി, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. മെർക്കുറി അയിരുകളും ധാതുക്കളും നിങ്ങൾ ബൈഹാർട്ടായിട്ട് തന്നെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അതുപോലെ മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും, ഇത് എന്ന് പറയുന്നത് നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന വലിയൊരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് 9th ക്ലാസ്സിലെ 2nd ചാപ്റ്റർ പുതിയതാണ്. ഓക്കെ, അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേയധികം സാധ്യതകളുള്ളൊരു ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ പുതിയ ചാപ്റ്റർ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, 9th സ്റ്റാൻഡേർഡിലെ 2nd ചാപ്റ്റർ, ഇത് പുതിയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മൂലകങ്ങളുടെ ആദ്യകാല വർഗ്ഗീകരണ ശ്രമങ്ങളും അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് ആവിഷ്കരിച്ച പീരിയോഡിക് ടേബിൾ നിയമവും നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പോൾ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആരാണ് ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ആ ഒരു വർഗ്ഗീകരണ ശ്രമം നടത്തിയത്, എന്തിൻ്റെ ബേസിസിലാണ് ആദ്യം ചെയ്തിട്ടുള്ളത്, ഓക്കെ, അതിനുശേഷം ആരുടെ വന്നു, അവർ എന്ത് ബേസിസിൻ്റെയാണ് ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ലവണ്ണം വായിച്ചു വിടണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഈ സെൻറ്റൻസുകളിലായിട്ടിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തിൻ്റെ ബേസിസിലാണ്, അതാരാണ് കൊണ്ടുവന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേന്മകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വയ്ക്കണം. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് പീരീഡ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്, ഇത് എന്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് 118 മൂലകങ്ങളാണ് അറ്റ് പ്രസൻറ്റ് ഉള്ളത് എന്നുള്ള രീതിയിൽ അല്ലേ. പിന്നെ ഇവിടെ പീരിയോഡിക് ടേബിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30 വരെയുള്ള മൂലകങ്ങളെങ്കിലും കാണാതെ നമ്മൾ എന്ത് ചെയ്യണം, ബൈഹാർട്ടാക്കി പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എലമെൻറ്റ്സ്, ഇപ്പോൾ ടൈറ്റാനിയം, ചില എലമെൻറ്റ്സ് അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും, ചിലതിൻ്റെയൊക്കെ അറ്റോമിക് നമ്പർ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് എത്രയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താണ് ആ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില എലമെൻറ്റ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൈറ്റാനിയം, അങ്ങനെയുള്ള ക്രോമിയം, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട്
കണ്ടുപിടിച്ചതാണ് ഓർഗനൈസർ. അതിൻ്റെ അറ്റോമിക് നമ്പറാണ് 118. ഇത് കുറേ പ്രാവശ്യമായി ചോദിക്കുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ആദ്യമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയ എന്താണ് എലമെൻറ്റ് ഏതാണ്? ടെക്നീഷ്യം അല്ലേ? ഇതൊക്കെ പീരിയോഡിക് ടേബിൾ സംബന്ധമായിട്ടുള്ള ഭയങ്കര ഫാക്റ്റുകളാണ്. അത് കുറേയധികം കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചില എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ, അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. അത് കൂടുതലും പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്താണ് പുതിയ കണ്ടെത്തിയ മൂലകങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 2016 4 മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് 7ാമത്തെ പീരിയഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. എങ്ങനെയാണ് പേര് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സംഭവം ഒന്ന് വായിച്ചു വെച്ചേക്കുക, കാരണം ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാമല്ലോ. ഓക്കെ, പിന്നെ അടുത്തത് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. നമുക്കറിയാം ഒരു എലമെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ എന്താണ് അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ്, പീരിയഡ് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ LDC മെയിൻസിന് വേണ്ടി പഠിച്ചതാണല്ലോ. അപ്പോൾ അത് ബേസിക്കായിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇനി ഇവിടെ കുറച്ച് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കുക, ടെക്സ്റ്റിലുള്ളതായതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും എന്താണ് മൂലകങ്ങളുടെ ആ ഒരു രാസഗുണങ്ങളുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് അതായിരിക്കും രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലേ? നമുക്ക് ഇവിടെ 1 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകളുടെ പേരുകൾ കൃത്യമായിട്ട് നോക്കണം. 13, 14, 15, 16, 17, 18. ഇത് നമുക്ക് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹാലജൻ, നോബിൾ ഗ്യാസ് അല്ലേ? ബിസിനോ ഇത് മാറിപ്പോതിരിക്കാനായിട്ട് ഞാൻ പറയുന്നത് 13 മുതൽ 16 വരെയുള്ളത്. കാരണം നമുക്കറിയാം 3 മുതൽ 12 വരെയുള്ളതിൽ ട്രാൻസിഷൻ എലമെൻസ് ആണ്, അതായത് സംക്രമണ മൂലകങ്ങളാണ്. അതിനുശേഷം വരുന്ന ഓർക്കാനാണ് എന്താണ് ബിസിനോ എന്ന് ആലോചിച്ചാൽ മതി. ബോറോൺ കുടുംബം, കാർബൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഓക്സിജൻ കുടുംബം. ഇതിലൊക്കെ ഫസ്റ്റ് ഈ ഗ്രൂപ്പുകളിലൊക്കെ ഫസ്റ്റത്തെ ആൾ അവർ തന്നെയായിരിക്കും. ബോറോൺ കുടുംബത്തിൽ ബോറോൺ ആയിരിക്കും ഫസ്റ്റ്, കാർബണിൽ കാർബൺ ആയിരിക്കും ഫസ്റ്റ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ മെയിൻ ഗ്രൂപ്പ് എലമെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നിട്ടുണ്ട്. അത് ആക്ച്വലി മെയിൻ ഗ്രൂപ്പ് എലമെൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് നമ്മുടെ ട്രാൻസിഷൻ എലമെൻസ് ഉണ്ടല്ലോ, 3 മുതൽ 12 വരെയുള്ള ട്രാൻസിഷൻ എലമെൻസ് അഥവാ സംക്രമണ മൂലകങ്ങൾ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഗ്രൂപ്പുകളിലെ ആൾക്കാരെയാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ്സ്, പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെറ്റലോയിഡ്സ്, ഉപലോഹങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിക്കും. കാരണം ഉപലോഹങ്ങൾ കുറേ ചോദ്യപേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്താണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഒരേ സമയം ലോഹ സ്വഭാവമുണ്ട്, അലോഹ സ്വഭാവമുണ്ട്. അതിന് എക്സാമ്പിൾ 4 ഉള്ളത്: സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. ഈ പേരുകളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഉപലോഹങ്ങളെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ വിന്യാസം അതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് മെയിൻ ഗ്രൂപ്പ് എലമെൻസിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് ഈ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. ഇത് പുതിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതിൻ്റെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ എലമെൻസിൻ്റെ ആക്ച്വലി അറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, ഷെല്ലിൻ്റെ എണ്ണം, പീരിയഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, കാരണം വീണ്ടും ചോദിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ റെഡോൺ എന്ന് പറഞ്ഞിട്ട് ഒരു നോബിൾ ഗ്യാസ് ഉണ്ട്. അത് ആക്ച്വലി റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു നോബിൾ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് റാങ്ക് ഫയലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, അങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ എന്താണ് ട്രാൻസിഷൻ എലമെൻസ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസിഷൻ എലമെൻസ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഏത് പീരീഡിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അതിലെല്ലാം ലോഹങ്ങളാണോ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ്. പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ടോപ്പ് ടു ഡൗൺ, അതായത് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരീഡിലും എങ്ങനെയാണ് ചില പ്രോപ്പർട്ടീസ്, അതായത് ആറ്റത്തിൻ്റെ വലുപ്പം എങ്ങനെയാണ്, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി എങ്ങനെയാണ്, ലോഹ സ്വഭാവം എങ്ങനെയാണ്, കൂടുകയാണോ കുറയുകയാണോ, അലോഹ സ്വഭാവം എങ്ങനെയാണ്, അയോണീകരണ ഊർജ്ജം എങ്ങനെയാണ്, ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഈ പറയുന്ന സംഭവം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് പീരിയോഡിക് ടേബിളിൻ്റെ എന്താണ് ലോഹ സ്വഭാവം ഇടത്ത് നിന്ന് വലത്തോട്ട് കുറഞ്ഞു വരിക എന്നുള്ളത്. അതായത് 1ഉം 2ഉം ഗ്രൂപ്പിലാണ് നമ്മൾ എന്താ പറയുക ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പിൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെറ്റൽസ് ആണ് ആദ്യത്തെ 2 വരുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ എന്താണ് എന്നാൽ അക്രോസ് ദ പീരീഡ് നമ്മൾ പീരീഡ് വൈസ് നോക്കുമ്പോൾ എന്താണ് ഇടത്ത് നിന്ന് വലത്തോട്ട് വരുന്നതോറും ലോഹ സ്വഭാവം കുറയും. അതിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, ഈ പറയുന്ന ട്രാൻസിഷൻ എലമെൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ എലമെൻസിന് ആ ഒരു സംക്രമണ മൂലകങ്ങൾ എന്നുള്ളൊരു പേര് വന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു റോസ് ബോക്സിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ CRD ടെക്സ്റ്റിൽ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കാരണം അതിൽ നമുക്കുള്ള ഉത്തരങ്ങളായിരിക്കും, അതല്ലെങ്കിൽ എന്താ പറയുക ചോദ്യങ്ങളാകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ കണ്ട ഓരോ റോസ് ബോക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ശരീരത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് അവ പീരിയഡിലും രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് ഈ റോസ് ബോക്സിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടോ ഇവിടെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. മിക്ക സംക്രമണ മൂലകങ്ങളുടെയും സംയുക്തങ്ങൾ നിറമുള്ളവയാണ്. അവരുടെ പ്രോപ്പർട്ടീസാണ് ഇത് ഇത്രയും പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 6ാം പീരീഡിൽ കാണിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതുപോലെ ഇവിടെ കൃത്യമായിട്ട് ആ റോസ് ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട് കുറേയധികം കാര്യങ്ങൾ. അതുപോലെ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്താണ്, അതുപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആറ്റത്തിൻ്റെ ഗ്രൂപ്പിലും പീരിയഡിലും ആറ്റത്തിൻ്റെ വലിപ്പം ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. അതുപോലെ ഒരു ചോദ്യം ഇവിടെ കിടക്കുന്നു. ആറ്റത്തിൻ്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങളേ ഉള്ളൂ, അത് ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണവും. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഏതാണ് ആ ഒരു പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതായിരിക്കും ആൻസർ. ഓക്കെ,
അതുപോലെ തന്നെ ഷീൽഡിങ് എഫക്റ്റ് ഇതൊക്കെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എക്രോസ് ഓരോന്നും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ എടുത്ത് കഴിഞ്ഞാൽ SPDF എന്നൊക്കെ പറഞ്ഞ ബ്ലോക്കുകൾ ഉണ്ടല്ലോ, ആ ബ്ലോക്കുകളും ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന സെക്ഷനിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഓൾ ടുഗദർ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന കാര്യത്തിൽ പഠിക്കേണ്ടത് എന്ന് ജസ്റ്റ് പറയാം. എന്താണ് ആദ്യം എന്ന് പറയുന്നത്, എന്താണ് മൂലകങ്ങൾ, അവയുടെ പ്രത്യേകത എന്താണ്, മൂലകങ്ങൾ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട്, അതായത് ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്, ടെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു. മൂലകങ്ങൾ ആ ഒരു ഇത് പേര് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ ഒരു പദം പ്രയോഗിച്ചത് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കയ്യിലുണ്ട്. അതുപോലെ മൂലകങ്ങൾ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ, അതുപോലെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മൂലകമുണ്ട്. ഞാൻ ഗ്യാസ് അല്ല, വാതകങ്ങൾ നമുക്കറിയാം, ഇത് മൂലകങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ വാതകമായിട്ടുള്ളതും ഉണ്ട്, നമുക്കറിയാം ഓക്സിജനൊക്കെ. ഇനി മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കണം. അതായത് ലെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗമാണ് പ്ലംബിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെർക്കുറി, മീനമത, ഇത്തായി ചോദിക്കാറുണ്ട് കേട്ടോ, കാഡ്മിയം കൊണ്ടുള്ള ഡിസീസാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആ ഒരു വർഗ്ഗീകരണം തുടക്കത്തിൽ ആര് കൊണ്ടുവന്നു, ആ ഒരു ഓർഡർ, ഓക്കെ, ആ ഓരോരുത്തരുടെയും എന്തിൻ്റെ ബേസിസിലാണ് അവർ ക്ലാസിഫൈ ചെയ്തത്, അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ലാസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന അറ്റ് പ്രസൻറ്റ് ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ആരുടെയാണ്, മോഡേൺ പീരിയോഡിക് ടേബിൾ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അറ്റ് പ്രസൻറ്റ് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ലാസ്റ്റ് വന്നത് ഏതാണ്, ആർട്ടിഫിഷ്യലായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള എലമെൻറ്റ് ഏതാണ്, അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പ് നെയിംസ്, എത്ര ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെയൊക്കെ നെയിംസ്, എത്ര പീരീഡ് ഉണ്ട്, അക്കുകളുണ്ട്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഞാൻ പറഞ്ഞു, പ്രീവിയസ് ഇയർ പേപ്പേഴ്സുകളൊക്കെ വെച്ച് നോക്കിയിട്ട് ചോദിക്കാൻ ചാൻസ്, അറ്റോമിക് നമ്പർ ചോദിക്കാൻ ചില എലമെൻസിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ ജസ്റ്റ് ഒന്ന് പീരിയോഡിക് ടേബിളിൽ നിന്ന് നോക്കുക. അതിൽ 30 എലമെൻസിൻ്റെ എങ്കിലും ആദ്യത്തെ 30 എണ്ണത്തിൻ്റെ കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യാം, പഠിച്ച് വയ്ക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ 30 എണ്ണത്തിൽ ഏതെങ്കിലും എണ്ണത്തിൻ്റെ തന്നിട്ട് നമുക്ക് ഇലക്ട്രോൺ വിന്യാസമോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടെന്നോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു സാധനം എടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട്, ഗ്രൂപ്പിൻ്റെ ടോപ്പ് ടു ബോട്ടം എങ്ങനെയാണ്, ഗ്രൂപ്പിൽ പീരിയഡിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്, കുറഞ്ഞ മൂലകം ഏതാണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അക്രോസ് ദി പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് എങ്ങനെയാണ്, അതുപോലെ ലോഹ സ്വഭാവം, അലോഹ സ്വഭാവം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ പീരിയഡ് എങ്ങനെ കാണാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്രൂപ്പ് നമ്പർ, ഇതൊക്കെ കൃത്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതൊക്കെ പിന്നെയും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. പിന്നെ റെയർ ഫാക്സുകൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ റാങ്ക് ഫയൽ നോക്കി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സെക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഓരോ സെക്ഷൻ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള CRT ചാപ്റ്റേഴ്സിൻ്റെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓരോ 5 ടോപ്പിക്സാണ് നമുക്ക് തന്നിട്ടുള്ളത് സിലബസിൽ. 5 ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഒപ്പം ഒരു റാങ്ക് ഫയലും കൂടെ വയ്ക്കുക. റയർ ഫാക്സ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കെമിസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി നമുക്കൊരു ബേസ് ഉണ്ട് കെമിസ്ട്രീനെ കുറിച്ച്, കാരണം നമ്മൾ LDCക്ക് നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കി വിടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് പെൻഡിങ് ആയിട്ട് നമ്മൾ വെച്ചിരുന്നായിരുന്നു CRTയുടെ ലിസ്റ്റ്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എങ്കിൽ കൂടി ഞാനൊന്ന് പറഞ്ഞു തന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് സമയം കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ കിട്ടിയാൽ ഇങ്ങനത്തെ കുറച്ച് ബേസിക് ഫാക്ട്സ് മാത്രം നോക്കിയാൽ മതി. നമ്മളൊക്കെ പ്രിലിംസിനൊക്കെ ആണെങ്കിൽ, മെയിൻസിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ടല്ലോ. അപ്പോൾ ഇനിയും ഞാൻ പറയുന്നു, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അതുപോലെ ലേറ്റസ്റ്റ് നടന്നതും മാക്സിമം നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് കുറേ ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്സ് മൊത്തത്തിൽ ഓൾ ടുഗദർ ഫിസിക്കൽ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി കറണ്ട് അഫയേഴ്സിൻ്റെ 2 സെറ്റ് ഞാൻ, അതായത് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ 2 വീഡിയോസുകളിലായിട്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. കാരണം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളവയാണ്. അപ്പോൾ അത് ഞാൻ ഇനിയും മാക്സിമം ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.